This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. സമുദ്രനിരപ്പിൽ നിന്ന് 2800 അടി ഉയരത്തിലുള്ള കോറാളിമലയിൽ വിജയകരമായി നെൽകൃഷി ഇറക്കി യുവ കർഷകൻ നട്ടിയിൽ പ്രസാദ് ശ്രദ്ധേയനാകുന്നു. നെൽപ്പാടങ്ങളില്ലാത്ത ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് പുതിയൊരു തിലകക്കുറിയായി മാറിയിരിക്കുകയാണ് മലമുകളിലെ ഈ കൃഷി. യാത്രാ സൗകര്യങ്ങൾ പോലുമില്ലാത്ത മലമുകളിൽ പ്രസാദും ഭാര്യ ഗിരിജയും ചേർന്ന് വർഷങ്ങളായി ടൺ കണക്കിന് പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വന്യജീവി ശല്യത്തെ അതിജീവിച്ച് സ്വന്തം 2 ഏക്കറിന് പുറമെ മറ്റ് കർഷകരുടെ 18 ഏക്കറോളം സ്ഥലവും പ്രസാദ് തന്നെയാണ് പരിപാലിക്കുന്നത്. കഴിഞ്ഞ വർഷം വൻതോതിൽ തക്കാളി വിളയിച്ച് ശ്രദ്ധ നേടിയ പ്രസാദിന്റെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു കോറാളിമലയിലെ നെൽകൃഷി. ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. നിലവിൽ നെൽച്ചെടികൾ കതിരിട്ട് തുടങ്ങിയതായും കൃഷിയിടം സന്ദർശിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതായും ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ അറിയിച്ചു. മുട്ടിട്ടിട്ടുണ്ട്. ഇതാണ് ഇതുണ്ടോ, ഇതിനകത്ത് കറുപ്പുണ്ടോ സാറേ? ചാഴി. ഇതിന് എന്ത് മരുന്ന് അടിക്കുക? കീടനാശിനിയാ വേണ്ടത്. മാലത്യം എന്ന് പറഞ്ഞ കീടനാശിനിയാ വേണ്ടത്. മാലത്യോ നെല്ലിന് അടിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ അടിച്ചിട്ടില്ല, കാരണം ചോദിച്ചിട്ട് അടിക്കാം എന്നുള്ളൊരു ഇതിലാണ്. അത് നമ്മുടെ ചെറുവിടെ കിട്ടുമോ? മറ്റേ നഴ്സറി കിട്ടും. കാരണം അത് ചോദിച്ചിട്ട് വാങ്ങി അടിക്കാമല്ലോ എന്നുള്ളൊരു ധാരണയിലായിരുന്നു. നമസ്കാരം, ഞാൻ നട്ടിയിൽ പ്രസാദ്, കോറാളി താമസിക്കുന്നു. പിന്നെ ഈ പ്രാവശ്യം എൻ്റെ ഒരു ഭാഗ്യപരീക്ഷണമാണ്. നമുക്കൊരു നെൽകൃഷിയും കൂടെ ഇവിടെ, നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു നെൽകൃഷിയും കൂടെ നടത്തിയാലോ എന്ന്. അത് ഇപ്പം ഏറെക്കുറെ വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. നെല്ലെല്ലാം കുലച്ചു തുടങ്ങി. വലിയ കീടങ്ങളുടെ ശല്യമൊന്നും കാണുന്നില്ല, എന്നാലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വേണ്ട സംശയവും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സാറുമായിട്ട് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വ്യാപകമായിട്ട് ഞാൻ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത്. പച്ചക്കറി കൃഷി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിന്നെ ടൺ കണക്കിന് തക്കാളി, പയറ്, അതേപോലെയുള്ള എല്ലാ പച്ചക്കറി വിഭവങ്ങളും ഞാൻ ഇവിടെ നട്ടുണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ ചെറുപുഴ, തിരുമേനി, പ്രാപ്പൂല് ഇവിടെയെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനിയിപ്പം ഓണമായി, ഓണത്തിനോടനുബന്ധിച്ച് ഇനിയിപ്പോൾ പച്ചക്കറി കൃഷിയുടെ വിത്തുകളെല്ലാം പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പം വരും. അതെല്ലാം ഇനി ചെയ്ത് എല്ലാം താഴോട്ട് ചെയ്യണം. അവിടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുക. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി ആയിരുന്നു. പിന്നെ ഈ പ്രാവശ്യം നെല്ലിട്ടു. ഇനിയിപ്പോൾ നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പിന്നെ ഇവിടെ ചെയ്യണം. ഉള്ളത് കൊറാളി എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് ഉള്ളത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2800ഓളം അടി ഉയരത്തിലുള്ള കൊറാളി മലയുടെ മുകളിൽ നട്ടിയിൽ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ, അദ്ദേഹം ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലമാണ് ഇത്. മലമുകളിൽ നിന്ന് ആൾക്കാരും ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അദ്ദേഹം ശരിക്ക് കാർഷിക മേഖലയിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു അഭിമാനമാണ് ആ കർഷകൻ. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി നമുക്ക് പരിചയമില്ല ഈ കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കിൻഡൽ കണക്കിന് തക്കാളിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ചെറുപുഴ മാർക്കറ്റിൽ എത്തിച്ചത്. ഈ വർഷം കർഷകൻ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പരീക്ഷണം, ഇത്രയും വലിയ മലമുകളിൽ അദ്ദേഹം ഇവിടെ നെൽകൃഷി ചെയ്തിരിക്കുകയാണ്, നെൽകൃഷി ചെയ്തിരിക്കുകയാണ്. അത് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ആ നെൽകൃഷിയും ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പോലുള്ള യുവ കർഷകർ യഥാർത്ഥത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ തന്നെ ഒരു ആസറ്റാണ്. കാരണം ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു പ്രദേശമാണ് ഈ കൊറാളി മല എന്ന് പറയുന്നത്. ഇവിടെ ഗതാഗത സൗകര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് താമസിച്ച് അദ്ദേഹം നേരിടുന്ന ഇവിടെ പന്നികളെയും അതുപോലെ തന്നെ മറ്റു വന്യജീവികളെയും നേരിട്ടുകൊണ്ട് കുറെ പട്ടികളെ വളർത്തിയിട്ടുണ്ട്. ആ പട്ടികളുടെ സഹായത്തോടു കൂടിയാണ് നേരിട്ടുകൊണ്ട് അദ്ദേഹം ഇവിടെ ഈ വർഷം നെൽകൃഷിയും വിജയിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നെൽകൃഷി ഇപ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ നെൽകൃഷി ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് നെൽകൃഷിയിൽ പരീക്ഷണം നടത്തി. അപ്പോൾ അത് വൻ വിജയമായിരിക്കുകയാണ് ഈ മലയുടെ മുകളിൽ.
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.